പടയിലെ നടുവിലെ പടനായകൻ പിണറായി പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ചോദിക്കുന്നത്. ഒരു വശത്ത് വ്യക്തിപൂജയെ CPM എതിർക്കുമ്പോൾ പിണറായിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട്, മറുവശത്ത് പാട്ടെഴുതിയ ചിത്രസേനന് വിവാദ നിയമനം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ചർച്ചകൾക്ക് ആധാരം. 25-ന് ചിത്രസേനൻ ജോലിക്ക് അപേക്ഷിച്ചു, 24-ന് തന്നെ നിയമനം. ഇതെങ്ങനെ ശരിയാകുമെന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നത്. മുൻപ് തന്നെ സർക്കാരിന് നേരെ പല ചോദ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. പിൻവാതിൽ നിയമനവും ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതടക്കമുള്ള വിഷയങ്ങൾ CPM-ന് നേരെ ചോദ്യമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഉയർത്തിയിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും സ്തുതിച്ചുകൊണ്ട് പാട്ടെഴുതിയ ചിത്രസേനന് അപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളത് വിചിത്ര വിവാദം, വിചിത്ര നിയമനം. ഏതായാലും കാര്യങ്ങൾ കേരളത്തിൽ കൊഴുക്കുക തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തി കാവലാൾ പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനനും നിയമന വിവാദത്തിൽ പെട്ടതോടെയാണ് സംസ്ഥാന സർക്കാരിന് നേരെയും CPM-ന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും വീണ്ടും ചോദ്യശരങ്ങൾ വന്നിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിലെ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ചിത്രസേനന് ധനവകുപ്പിൽ പുനർനിയമനം ലഭിച്ചിരുന്നു. നിയമനം ആവശ്യപ്പെട്ട് ചിത്രസേനൻ 2024 ഏപ്രിൽ 25-നാണ് അപേക്ഷ നൽകിയത്. പക്ഷേ 2024 ഏപ്രിൽ 24-ന് സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകി. ഏപ്രിൽ 24-ന് തന്നെ ഉത്തരവിറക്കി. ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. അപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ ദിവസവേതന നിയമനം നൽകിയതാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണം. ഇടത് സംഘടനാ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥനാണ് ഫയൽ നീക്കിയതെന്നുള്ള ആക്ഷേപവുമുണ്ട്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് P. ഹണി ആവശ്യപ്പെട്ട പ്രകാരമാണ് പാട്ട് എഴുതിയതെന്നാണ് ചിത്രസേനൻ പറയുന്നത്. വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാടുന്നത് ഒഴിവാക്കാനുള്ള നടപടികളൊക്കെ എംപ്ലോയീസ് അസോസിയേഷൻ എടുത്തിരുന്നു. 100 വനിതാ ജീവനക്കാർ ചേർന്ന് പാട്ടുപാടി. ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്ന പാട്ട് ചർച്ചയായപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. വ്യക്തിപൂജയെ എല്ലാ കാലത്തും എതിർക്കുന്നു എന്ന് പറയുന്ന CPM പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം തിരുവാതിരയും പാട്ടുമൊക്കെ ഉണ്ടായിട്ടും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണോ എന്നാണ് ചോദ്യം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അനുകൂലികൾ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോഴും ഇതേ വ്യക്തിപൂജാ വിഷയം പറഞ്ഞാണ് പിണറായി ടീം അതിനെ ഒടിച്ചു മടക്കിയത്. P. ജയരാജൻ വിഷയത്തിൽ PJ ആർമി രംഗത്തിറങ്ങുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പിണറായി പക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിണറായിക്ക് മാത്രം ഒരു നീതി. ഏതായാലും തിരുവായ്ക്ക് എതിർവായി ഇല്ലല്ലോ എന്നാണ് ഇപ്പോഴത്തെ അണിയറ സംസാരം.